ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പൈസി ചിക്കൻ മസാല ഇൻ ഡബ്ബ സ്റ്റൈൽ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ചിക്കൻ ലെഗാണ് എടുത്തിരിക്കുന്നത്, 400 ഗ്രാം. ഒനിയൻ വലുത് 3 എണ്ണം. കാശ്മീരി റെഡ് ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ. ടർമറിക് പൗഡർ 1 ടീസ്പൂൺ. ലെമൺ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ. യോഗട്ട് 3 ടേബിൾ സ്പൂൺ. സോൾട്ട് ആവശ്യത്തിന്. വെജിറ്റബിൾ ഓയിൽ. ഇനി ബേ ലീഫ് 1 എണ്ണം മീഡിയം എടുത്തിട്ടുണ്ട്. 2 ഗ്രീൻ ചില്ലി. പിന്നെ എടുത്തിരിക്കുന്നത് ചാട്ട് മസാലയാണ്. പിന്നെ കസൂരി മേത്തി, ഗരം മസാല, ഒരു വലിയ ടൊമാറ്റോ. ആദ്യം ചെയ്യേണ്ടത് ചിക്കൻ ലെഗ് എല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ ജ്യൂസ്, ടർമറിക് പൗഡർ, കാശ്മീരി റെഡ് ചില്ലി പൗഡർ, ആവശ്യത്തിന് സോൾട്ട്, തൈര് ചേർത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യുക. മാരിനേറ്റ് ചെയ്ത് 20 മിനിറ്റ് മാറ്റി വെക്കുക. ഇനി ഒരു പാൻ എടുത്ത് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്തതിന് ശേഷം ഒരു ബേ ലീഫ് ഇടുക. അതിനകത്തോട്ട് 3 വലിയ ഒനിയൻ സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്യുക. നല്ലവണ്ണം സോട്ട് ചെയ്യുക. ഒനിയൻ ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ സോട്ട് ചെയ്യണം. പെട്ടെന്ന് സോട്ടാകാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കാം. 2-3 മിനിറ്റിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. നല്ലവണ്ണം സോട്ട് ചെയ്യുക. അതിനുശേഷം കാശ്മീരി റെഡ് ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. അതിന് കൂടെ തന്നെ 2 ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുക. ചാട്ട് മസാല, ഗരം മസാല എന്നിവ ചേർത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. 2 മിനിറ്റ് സോട്ട് ചെയ്യുക. ഇനി ചേർക്കേണ്ടത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ചിക്കൻ പീസസ് എല്ലാം ഇതിനകത്തോട്ട് ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. അതിനു മുമ്പായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ടൊമാറ്റോ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത്, ടൊമാറ്റോ പ്യൂരിയാണിത്, അത് 1 കപ്പോളം ഉണ്ട്, അതുകൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. ഒരു 4 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ചിക്കനിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി ഗ്രേവിയെല്ലാം നല്ലവണ്ണമായിട്ടുണ്ട്. ഇത്രയും ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ ഡ്രൈ ഫോമിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഒന്നുകൂടെ മൂടി വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്യുക. നമ്മുടെ ചിക്കൻ മസാല ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇത് സെമി ഗ്രേവി കൺസിസ്റ്റൻസിയുള്ള ഒരു കറിയാണ്. കുറച്ച് സ്പൈസിയാണ്, പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അവസാനമായിട്ട് ഫ്ലേവറിന് വേണ്ടി കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുക. സ്പൈസി ചിക്കൻ മസാല ഇൻ ഡബ്ബ സ്റ്റൈൽ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ. അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി.